നീ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു 5 സെന്റ് 10 സെന്റ് വസ്തു, ഒരു വീട്, ഇതിന്റെ ഒന്നും ബാക്കി നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വലിയ ലാൻഡുകൾ സോഴ്സ് ചെയ്യാൻ നോക്കുന്നതാണ്. ഒരു 5 ഏക്കർ 10 ഏക്കർ 20 ഏക്കർ മിനിമം ആ റേഞ്ചിലൊക്കെ ഉള്ള. കാരണം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സെന്റ് വസ്തു 10 സെന്റ് വസ്തു വിൽക്കുന്ന അതേ എഫേർട്ടാണ് നിനക്ക് 1 ഏക്കറും 10 ഏക്കറും 50 ഏക്കറും ഒക്കെ വിൽക്കാനായിട്ട് എടുക്കുന്നത്, ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. കാരണം പിന്നെ അത് മാത്രം ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 5 സെന്റ് 10 സെന്റും വിൽക്കുന്നത് ആ ബിസിനസ് നടക്കുകയാണെങ്കിൽ ഇത് വൺ ടൈം കസ്റ്റമറാണ്. ഒരു 5 സെന്റ് വസ്തു വാങ്ങിക്കുന്ന ഒരാൾ, ഒരു വീട് മേടിക്കുന്ന ഒരാൾ, പിന്നെയും ആ കസ്റ്റമറിന് അടുത്ത വീടുണ്ട്, അടുത്ത വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. അതവിടെ തീർന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതുപോലുള്ള ആൾക്കാർക്ക് ഈ ലാൻഡ് നമ്മൾ അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒത്തിരി അതിന്റെ ബാക്കി നമ്മൾ എഫേർട്ട് എടുക്കണം. അവരുടെ കയ്യിൽ പൈസ കാണില്ല, ഒത്തിരി ഡിസിഷൻ മേക്ക് ചെയ്യണം, പല കാര്യങ്ങളും കാണും. പക്ഷെ 5 ഏക്കർ 10 ഏക്കറൊക്കെ എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ ഒരു ബിസിനസ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് ഇതുപോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് ഒരു ലാൻഡ് പ്രപ്പോസലായിട്ട് പോകുമ്പോൾ നീ ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ശരിക്കും റിക്വയർമെന്റ് ഉണ്ട്, പൈസയും ഉണ്ട്. വിച്ച് മീൻസ് പർച്ചേസിംഗ് പവർ ആൻഡ് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള കസ്റ്റമറാണ്. അപ്പൊ അവർക്ക് നല്ലൊരു ലാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡീലിൽ തന്നെ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടും. അത് മാത്രമല്ല, അങ്ങനെയുള്ള കസ്റ്റമറിന്റെ സെഗ്മെന്റിലോട്ടുള്ള ഒരു എൻട്രൻസും കൂടെയാണ്. ഇതേ കസ്റ്റമറിന് തന്നെ നിനക്ക് അടുത്ത 5 ഏക്കറോ 10 ഏക്കറോ 20 ഏക്കറോ കൊടുക്കാനും പറ്റും. കാരണം അവർ എന്താണ്, ഇതിന് ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ എഗെയിൻ ഒരു കസ്റ്റമറിന്റെ അടുത്ത് തന്നെ നമുക്ക് 10ഉം 20ഉം ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. എഫേർട്ട് എല്ലാം സെയിം ആണ്. ഈ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ നാളെ മുതൽ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാൽ ഒരു ഡിഫറൻസ് ചെയ്യും.